അലൈക്കും. പേജ് നമ്പർ 28. സൂറ പിക്ചർ ചിത്രം. ഉസ്രത്തുൻ ഫാമിലി. വാലിദുൻ ഫാദർ. വാലിദ മദർ. ജദ്ദുൻ ഗ്രാൻഡ് ഫാദർ വെല്ലിപ്പ. ജദ്ദ ഗ്രാൻഡ് മദർ വെല്ലിമ്മ. ഇബനുൻ സൺ മകൻ. ഇബനത്തുൻ ഡോട്ടർ മകൾ. അമ്മുൻ എന്നാൽ ഉപ്പയുടെ സഹോദരൻ, അമ്മാവൻ അങ്കിൾ. ഉപ്പയുടെ സഹോദരൻ അമ്മുൻ, ഉപ്പയുടെ സഹോദരൻ. അമ്മത്തുൻ ഉപ്പയുടെ സഹോദരി, അമ്മായി, ആണ്ട്. ഔലാദുൻ മക്കൾ. ഔലാദുൻ ആൺകുട്ടികൾ എന്നും പറയാം, അല്ലെങ്കിൽ മക്കൾ എന്നും പറയാം. വലതുൻ്റെ ആക്കിയിട്ട് പറയാം. ഔലാദുൻ വലതുൻ ആൺകുട്ടി, ഔലാദുൻ ആൺകുട്ടികൾ, അല്ലെങ്കിൽ മക്കളെയും കോമൺ ആയിട്ട് ഔലാദുൻ എന്ന് പറയും. ഷജറത്തുൻ മരം. ഷജറ മരം, ട്രീ. മസ്ജിദുൻ മസ്ജിദ് പള്ളി. മുസല്ല നിസ്കരിക്കുന്ന സ്ഥലം. മുസല്ല നമസ്കാര സ്ഥലം. ഗുർഫത്തുൻ റൂം. ഗുർഫത്തുൻ റൂം. അദാനുൽ ഫജ്രി. അദാനുൽ ഫജ്രി ഫജ്ർ ബാങ്ക്. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്. അൽ ഖുർആനു ഖുർആൻ. മിഅത്തഫുൻ കോട്ട്. നദ്ദാറ കണ്ണട. ഹമ്മാം ബാത്റൂം. ഹമ്മാം ബാത്റൂം. യതവദ്ദഉ he takes ablution. അവൻ ഒളു ചെയ്യുന്നു. യഖ്റഉ he reads. അവൻ വായിക്കുന്നു, അവൻ പാരായണം ചെയ്യുന്നു. യുസല്ലി he performs സ്വല. അവൻ നമസ്കരിക്കുന്നു. മുഅല്ലിമ ടീച്ചർ, ലേഡി ടീച്ചർ, അധ്യാപിക. ഇനി ആ പിക്ചർ തന്നെ താഴെ കൊടുത്തിട്ട് നമ്മളെടുത്ത് അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ വാലിദുൻ, രണ്ടാമത്തേത് വാലിദ, മിഅത്തഫുൻ, നദ്ദാറ, മസ്ജിദുൻ, മുസല്ല, യുസല്ലി നമസ്കരിക്കുന്നു, പിന്നെ ഒളു ചെയ്യുന്നു. യതവദ്ദഉ ഇബ്നത്തുൻ, ഇബ്നുൻ മകൻ, പിന്നെ ജദ്ദ, ജദ്ദത്തുൻ. ഇനി നമ്മൾ ഇതിൽ കേട്ടിട്ട് ഇപ്പോൾ ഓരോ വാക്കുകൾ പറയും, അതിൽ കേട്ടിട്ട് അതിലേക്ക് ചൂണ്ടിക്കാണിക്കുക. അഷിർ എന്ന് പറഞ്ഞാൽ നീ ചൂണ്ടിക്കാണിക്കണം. ഇല്ല സൂറത്തിലെത്തി തസ്മഉ ഇസ്മഹ, അതിൻ്റെ പേരുകൾ കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അദാനുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ ബാങ്ക് എവിടെയാണ് അവിടേക്ക് നമ്മൾ ചൂണ്ടണം. അതുപോലെ വാലിദ എന്ന് കാണിച്ചാൽ അത് ഉമ്മയിലേക്കും, വാലിദത്തുൻ ഉപ്പയിലേക്ക്, മുസല്ല നിസ്കരിക്കുന്ന സ്ഥലത്തിലേക്ക് ചൂണ്ടുക. അങ്ങനെ ഓരോ വാക്കുകൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ 5 വരെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത് 6 മുതലാണ്. സിത്ത 6, 7. സിത്ത 6 6. സബഅ 7 7. സമാനിയ 8. സമാനിയ 8. തിസ്അ 9 9. അഷ്റത്ത് 10. അപ്പോൾ ഇനി നമ്മൾ ഈ പിക്ചറിൽ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാച്ച് ചെയ്യുക. അപ്പോൾ 9 ആണെങ്കിൽ അവിടെ നമ്മൾ തിസ്അ എവിടേക്ക് എടുക്കുന്നത്, 9 പുസ്തകം ഏതാണോ അതിലേക്ക് മാച്ച് ചെയ്യുക. അപ്പോൾ അടുത്തത് സിത്ത 6, അപ്പോൾ 6 ബുക്കിലേക്ക് മാച്ച് ചെയ്യുക. ഇനി 7 സബഅ 7 ബുക്ക് എവിടെയാണോ അതിലേക്ക് മാച്ച് ചെയ്യുക. പിന്നെ അടുത്തത് അഷ്റ 10 ബുക്കിലേക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് സമാനിയ 8 ബുക്കിലേക്ക് മാച്ച് ചെയ്യാം. ഇനി പറഞ്ഞത് റത്തിബുൽ അഅദാദ് എന്ന് പറഞ്ഞെങ്കിൽ ഓർഡർ ചെയ്യാനാണ്, അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ 7 8 9 അങ്ങനെ ഓർഡർ ചെയ്യുക. സിത്ത 6 മുതൽ കേട്ടോ, 6 മുതൽ. അപ്പോൾ ആദ്യം 6 എഴുതുക, പിന്നെ സിത്ത, സബഅ, സമാനിയ, തിസ്അ, അഷ്റ, അങ്ങനെ നമ്പറുകൾ ഓർഡർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് നമ്മളിങ്ങനെ കേട്ടിട്ട് അതിലേക്ക് ചൂണ്ടിക്കാണിക്കണം. അഷിർ ചൂണ്ടിക്കാണിക്കണം. ഇലൽ അദദി നമ്പറിലേക്ക് ചൂണ്ടിക്കാണിക്കണം. അല്ലദി തസ്മഉഹു നിങ്ങൾ കേൾക്കുന്ന നമ്പറിലേക്ക്. അപ്പോൾ നമ്പറുകൾ പറയുമ്പോൾ അതിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സബഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7ലേക്ക് ചൂണ്ടണം. ഇപ്പോൾ 6 അല്ലേ. സിത്ത എന്ന് പറഞ്ഞാൽ സിത്തയിലേക്ക് ചൂണ്ടണം, 6ലേക്ക് ചൂണ്ടണം. തിസ്അ എന്ന് പറഞ്ഞാൽ 9ലേക്ക് ചൂണ്ടണം. സബഅ പറഞ്ഞാൽ 7ലേക്ക് ചൂണ്ടണം. 10 അഷ്റ 10ലേക്ക് ചൂണ്ട. പിന്നെ 8 സമാനിയ, ഇങ്ങനെ ചൂണ്ട. അടുത്തത് കുൽ അദദല്ലദി യുഷീറു ഇലൈഹിൽ മുദരിസു അധ്യാപകൻ ചൂണ്ടുന്നതായിട്ടുള്ള ആ നമ്പർ നിങ്ങൾ പറയണം. അപ്പോൾ നമ്പർ ഇപ്പോൾ ഒരു അധ്യാപകൻ പറയണം തിസ്അ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ലേക്ക് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ നമ്മൾ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം. അതാണ് 30ാമത്തെ പേജിൽ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം.